ഹലോ നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഇന്ന് കുക്കിംഗ് ചെയ്യണില്ല, അതിന് പകരം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എളുപ്പത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഒരു സാധനം നമ്മുടെ വീട്ടിലില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടല്ലോ, ഏതിനും ഒരു പരിഹാരം ഉണ്ടെന്നല്ലേ പറയണത്. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ദോശയ്ക്ക് അരയ്ക്കാനുള്ള ഉഴുന്ന് ചിലപ്പോൾ വാങ്ങിക്കാൻ മറന്നു പോകും. ചിലപ്പോൾ നമ്മൾ പല ചിന്തയായിരിക്കും, അപ്പോൾ അതിനിടയ്ക്ക് ചിലപ്പോൾ വാങ്ങിക്കാൻ പറയാൻ മറന്നു, അല്ലെങ്കിൽ നമ്മൾ പോയി വാങ്ങിക്കാനും മറന്നു പോകും. അങ്ങനെയുള്ള സമയത്ത് കുട്ടികൾക്ക് ചിലപ്പോൾ ദോശ തന്നെ വേണമെന്ന് ചില വാശി പിടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി എടുക്കുകയാണെങ്കിൽ ഒരു 4 സ്പൂൺ, ഒരു പിടി കൂടി വേണ്ട കേട്ടോ, ഒരു 4 സ്പൂൺ ചെറിയ, അല്ലെങ്കിൽ നമ്മുടെ കറി എടുക്കുന്ന തവിയില്ലേ, മീഡിയം സൈസിലുള്ള ആ തവിക്ക് ഒരു തവി തുമരപ്പരിപ്പ് ഇടുക. അത് പിന്നെ കുറച്ച് ഉലുവയും ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അരയ്ക്കാം. ആ അരയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ തലേദിവസത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ചോറൊന്നും ബാക്കിയൊന്നും മിച്ചം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ആ ചോറും കൂടി ചേർത്ത്, പിന്നെ തൈര് ഉണ്ടെങ്കിൽ തൈര് ചേർക്കാം, കാരണം പുളിയൊന്നും ഇല്ലല്ലോ. പിന്നെ അതില്ല, തൈരില്ലെങ്കിൽ തക്കാളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, തക്കാളിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക, ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക, സാധാരണ ദോശമാവ് പോലെ. പിന്നെ അതിൽ എരിവൊക്കെ ഇഷ്ടമാണ്, ഇപ്പോൾ കറിയൊന്നുമില്ല, പെട്ടെന്ന് ചട്നി അരയ്ക്കാൻ സമയമില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, മുളക്, ചതച്ച മുളക്, ആ ചതച്ച മുളക് അതിലേക്ക് മിക്സ് ചെയ്യാൻ. കുറച്ച് കായപ്പൊടി ചേർക്കാം, കാരണം തുമരപ്പരിപ്പാണ്, ചിലപ്പോൾ ഗ്യാസ് ട്രബിൾ, വയറിന് എന്തെങ്കിലും വരും എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് കായപ്പൊടി ചേർത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതിയാവും. ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദായിരിക്കും. ആ അരക്കണ കൂട്ടത്തിൽ ഒരു ചെറിയ ഉള്ളി അരച്ചാലും കുഴപ്പമില്ല, അതും നല്ലൊരു മണമായിരിക്കും. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ സാധാരണ പോലെ ദോശ ഉണ്ടാക്കുക. നല്ല നൈസായിട്ട് വരും കേട്ടോ. നല്ല എന്താ പറയുക, നമ്മുടെ സാധാരണ അരി ഉഴുന്ന് അരയ്ക്കണം, കുട്ടികൾക്ക് ഒട്ടും അറിയില്ല ഉഴുന്നല്ല ഇത് തുമരപ്പരിപ്പാണെന്ന് ഒട്ടും തന്നെ അറിയാൻ പറ്റില്ല. അതിന് നമ്മൾ ചിലപ്പോൾ രാവിലെ കുക്കർ, സാധാരണ വാഷർ ചിലപ്പോൾ ഒക്കെ ലൂസായി പോവും, അത് പെട്ടെന്ന് എന്ത് ചെയ്യും, വാഷർ ശരിയില്ല, കുക്കർ വിസിൽ വന്നില്ല എന്നൊക്കെ തോന്നൂല്ലേ. അപ്പോൾ അതിൽ നല്ലത് വാഷർ വാങ്ങിക്കാൻ മറന്നു പോവുകയാണെങ്കിൽ ആ തലേ ദിവസം ആ കുക്കറിൻ്റെ വാഷർ എടുത്ത് ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് രാവിലെ നമ്മൾ കുക്കർ സാധാരണ പോലത്തെ എടുക്കാം. പിന്നെ അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാമ്പാറാണ് വെക്കണമെങ്കിൽ വേഗം തന്നെ എത്രയാണ് പരിപ്പ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലിട്ട് ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ കുക്കറിലിട്ട് വിസിൽ വെച്ച് വയ്ക്കുക. 6-7 വിസിൽ വെക്കുന്നിടത്ത് 2-3 വിസിൽ മതിയാവും, പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഈ വാഷർ, ഇങ്ങനെ കുക്കറിലെ വാഷർ നമ്മൾ ഈ ഫ്രീസറിൽ വെക്കണ കാരണം അത് ലൂസായിട്ട് എയറും അതിൻ്റെ പ്രഷറൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യില്ല. പിന്നെ നമ്മൾ എപ്പോഴും പുളി വേണം, നമുക്ക് എന്നും ഓരോ കറികൾ വെക്കാൻ പുളി കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ പുളി എടുത്ത് നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ച് പിഴിഞ്ഞ് വയ്ക്കാം. അത് അതേപടി വേണമെങ്കിൽ ഫ്രീസറിൽ അല്ല ഫ്രിഡ്ജിൽ വെക്കാം. അതല്ല, ഫ്രീസറിൽ ട്രേ ഇല്ലേ, നമ്മുടെ ഐസ് ട്രേ, ആ ട്രേ ഉണ്ടെങ്കിൽ, ഒരു എക്സ്ട്രാ ഒരു ട്രേ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് ആ ഒരു ഐസ് എടുത്ത് ആ കറിയിലിട്ട് തിളപ്പിക്കാൻ പറ്റും. കാരണം നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ് ഇത്തിരി പുളി എടുക്കും, എന്നിട്ട് പിഴിഞ്ഞ് ബാക്കിയുള്ളത് കളയും. ശരിക്കും പുളി നന്നായിട്ട് 3-4 പ്രാവശ്യം നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ള ജ്യൂസ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അത്ര ആവശ്യമില്ല. അപ്പോൾ സാധാരണ എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം ഒന്ന് പിഴിയും, ബാക്കിയുള്ള അതിൻ്റെ ആ പുളിയുടെ വേസ്റ്റൊക്കെ കളയുക ചെയ്യാറ്. അത് ഏറ്റവും നല്ലത് ഇങ്ങനെ കുറച്ച് കൂടുതൽ വെച്ചിട്ട് നമ്മൾ ആവശ്യമുള്ളത് എടുത്ത് ബാക്കി ആ ഫ്രിഡ്ജിലേക്ക് വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഐസ് ട്രേയിൽ അതേപോലെ വെച്ചിട്ട് ഓരോ ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ ഇട്ടാലും മതിയാകും. അത് നമ്മുടെ കറിക്ക് എത്ര പുളി വേണോ ആ രീതിയിൽ. പിന്നെ ഈ പുളിയുടെ നമ്മൾ ആ വേസ്റ്റില്ലേ ബാക്കി വന്നത്, അത് കളയാതെ ഇപ്പോൾ നിലവിളക്ക് തേക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ചെമ്പ്, പിച്ചള അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ തേക്കാൻ ഉപയോഗിക്കാം കേട്ടോ. അതൊരു എന്തെങ്കിലും നമ്മുടെ ഒരു ആവശ്യമില്ലാത്തൊരു പാത്രത്തിൽ, എന്താ പറയുക, ഈ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടിന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതിയാവും. പറ്റുമെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കാം. ആവശ്യത്തിന് എടുത്ത് നമുക്ക് ഈ ഇരുത്തലയോ അല്ലെങ്കിൽ ചെമ്പോ പാത്രങ്ങളൊക്കെ തേക്കുമ്പോൾ നിലവിളക്ക് തേക്കാൻ, അല്ലെങ്കിൽ താമ്പാളം പോലത്തെ അങ്ങനത്തെയൊക്കെ തേക്കാൻ വിളക്ക് വെക്കുന്ന കേട്ടോ, അങ്ങനെയുള്ള ഇതിലൊക്കെ നമുക്ക് ഇത് തേച്ച് എടുക്കാൻ പറ്റും. കുറച്ച് ഈ പുളിയുടെ ഈ വേസ്റ്റും പിന്നെ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് നന്നായിട്ട് തേച്ച് വയ്ക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ കുറച്ച് അതൊന്നും കൂടി നന്നായിട്ട് കലക്കിയിട്ട് ആ വെള്ളത്തിനകത്ത് ഒരു ചെറിയ പാത്രമൊക്കെ അല്ലെങ്കിൽ വലിയ പാത്രത്തിൽ നമ്മുടെ ഏതിനാണോ തേക്കണം അതിനകത്തേക്ക് ഇട്ട് വയ്ക്കുക കുറച്ച് നേരം. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. എന്നിട്ട് പിന്നെ നമുക്ക് നന്നായിട്ട് കഴുകി തുടച്ച് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം പോലെ മിന്നും എന്നുള്ളതാണ്.
പിന്നെ അതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോവും ചിലർ പറയാറുണ്ടല്ലേ, ചിലർക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല. പക്ഷേ അതിൻ്റെ അളവ് ശരിയായിരിക്കണം. നമ്മൾ ഒരു ഗ്ലാസ് റവ എടുക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, അതിന് ഡബിൾ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ കൂടുതലായിപ്പോവും. അല്ലെങ്കിൽ ഒരു 1.25 ഗ്ലാസ് വെള്ളം എടുത്താലും മതിയാവും. പിന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കണു, പിന്നെ അതിൻ്റെ ആവിയിൽ കുറച്ച് വെന്ത് കിട്ടണു. കാരണം ഉപ്പുമാവ് കുഴഞ്ഞു പോകാതെ നന്നായിട്ട് ഒന്നിനോടൊന്ന് തൊടാത്ത രീതിയിൽ ഒന്ന് ഉതിർന്നിരിക്കണമെങ്കിൽ വെള്ളം ഇത്തിരി കുറയ്ക്കണം അത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിലാണ് കടുക് വറുക്കണേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കുറച്ച് നെയ്യ്, ഒരു സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയേ. അപ്പോൾ അത് ഒരിക്കലും ഇങ്ങനെ ഒന്നിനോട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല. പിന്നെ ഞാൻ ചില കറികളിലൊക്കെ നല്ലെണ്ണ ഉപയോഗിക്കാറുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നല്ലെണ്ണ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില കറികൾക്ക് നല്ലെണ്ണയാണ് ടേസ്റ്റ്. കാരണം എല്ലാത്തിലും വെളിച്ചെണ്ണ ചേരില്ല. നമ്മളിപ്പോൾ തേങ്ങ അരച്ച് വെക്കണതിലൊക്കെ വെളിച്ചെണ്ണ നല്ലതായിരിക്കും. അവിയൽ വയ്ക്കുമ്പോൾ, ഓലൻ വയ്ക്കും, അതിനൊക്കെ വെളിച്ചെണ്ണ അതിൻ്റേതായ ഒരു രുചി ഉണ്ടാവും. പക്ഷേ ഈ പഴയ കാലത്ത് ഇപ്പോൾ ഞങ്ങളുടെ രീതിയിൽ പറയുകയാണെങ്കിൽ ട്രഡീഷണലായിട്ട് ഒത്തിരി കറികളുണ്ട്. വറ്റക്കുഴമ്പെന്ന് പറയും, അതായത് മാങ്ങ, അടമാങ്ങ വറ്റക്കുഴമ്പെന്ന് പറയും, അല്ലെങ്കിൽ ചുണ്ടങ്ങ, മണിത്തക്കാളി, പാവയ്ക്ക, ഇങ്ങനെ വറ്റക്കുഴമ്പെന്ന് പറഞ്ഞാൽ അതായത് ഉണക്കി വെക്കുന്നതിനെയാണ് കേട്ടോ ഈ വറ്റൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അതാണ് കൊണ്ടാട്ടം എന്നൊക്കെ പറയില്ലേ. അതൊക്കെ കറി വയ്ക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയാണ് ടേസ്റ്റ്. നല്ലെണ്ണയ്ക്കാണ് അതിൻ്റെ രുചി കൂടുതൽ. വെളിച്ചെണ്ണയേക്കാൾ കൂടുതൽ നല്ലെണ്ണയാണ്. പിന്നെ നല്ലെണ്ണ ഇഷ്ടമില്ലാത്തവർ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഞാൻ വെളിച്ചെണ്ണ അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ നല്ലെണ്ണ ഉപയോഗിക്കണം. അതുകൊണ്ടാണ്. കാരണം അത് നല്ലെണ്ണയിൽ വേകുമ്പോഴാണ് ആ കറിക്കൊരു പ്രത്യേക രുചി. കാരണം അതിൽ ഞാൻ തേങ്ങയൊന്നും ചേർക്കാറില്ല. പിന്നെ നമ്മൾ ചെറുപയറൊക്കെ പുട്ടിനോ അല്ലെങ്കിൽ അങ്ങനെ ചെറുപയർ കറിയൊക്കെ വെക്കില്ലേ, ആ വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ, ഇപ്പോൾ 1 ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് ചെറുപയർ എടുക്കുന്ന സമയത്ത് 2 കപ്പ് എടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ 1 കപ്പ് എടുത്തിട്ട് നമ്മൾ കറിക്കുള്ളത് വെക്കാം, ബാക്കി മുളപ്പിക്കാൻ വെക്കാം. കാരണം മുളപ്പിക്കാൻ വേണ്ടി പ്രത്യേകം വെക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ദിവസം കഴിയണം അതെന്തായാലും മുളച്ച് വരാൻ. ഉടനെ മുളച്ച് വരില്ലല്ലോ. അപ്പോൾ അതല്ല, കുറച്ച് മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്ക് മുളപ്പിച്ച പയറൊക്കെ കൊടുക്കുന്നത് നല്ലതാണെന്നൊക്കെ നമ്മളിങ്ങനെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ വായിക്കും അല്ലെങ്കിൽ കാണും. പക്ഷെ നമ്മൾ മറന്നു പോകുമല്ലോ, പെട്ടെന്ന് നമുക്ക് വിചാരിച്ചാൽ പറ്റണ്ടേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറുപയറൊക്കെ ഒന്ന് കൂടുതൽ വെച്ച് കുറച്ച് കറി വെക്കുന്നു, ബാക്കിയുള്ളത് മുളപ്പിച്ച് ഒരു നല്ല കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ നമുക്ക് എടുത്ത് കുറച്ച് നേരം മുമ്പേ ഒന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് കറിയൊക്കെ വെച്ച് കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നൊരു 5-6 കാര്യങ്ങൾ പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ. ഒരുപാട് പറയാൻ പോയാലേ നിങ്ങൾക്കും ബോറടിച്ചോളും. അപ്പോൾ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്കും ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഒന്ന് ഫോളോ ചെയ്തേക്കൂ. പിന്നെ നാളെ നമുക്ക് വേറെ വീഡിയോയിലൂടെ വരാം. അതുവരെ എല്ലാവർക്കും